Hey everyone, welcome to the most underrated podcast in Malayalam, After Hours Malayalis. ഞങ്ങളുടെ പോഡ്കാസ്റ്റ് അവസാനിക്കാൻ പോവുകയാണോ? ഞാനും സമീറും പിരിയുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ വേർപിരിഞ്ഞു പോവുകയാണ്. അതെ, എവറിത്തിങ് ഹാസ് കം ടു ആൻ എൻഡ്. വൺ ഡയറക്ഷൻ പിരിഞ്ഞതുപോലെ, പിന്നെ മറ്റൊരു BTS പിരിഞ്ഞതുപോലെ, BTS ആർമി എന്ന് പറഞ്ഞ് പിരിഞ്ഞതുപോലെ, മറ്റൊരു 5 പെൺകുട്ടികളുണ്ടായിരുന്നല്ലോ, കെമിയ കബിയോ ഒക്കെ ഉണ്ടായിരുന്നേ. അവരെ പേരൊന്നും എനിക്കറിയില്ല. അപ്പൊ സ്പൈസ് ഗേൾസോ അങ്ങനെ എന്തായിരുന്നു, അവര് പിരിഞ്ഞതുപോലെ. അതെ, പിരിയുന്നു കൂട്ടുകാർ നമ്മൾ എപ്പിസോഡ് തുടങ്ങണേന്റെ 2 മണിക്കൂർ മുന്നേ ചെക്കന് പാടി നടക്കണേ. അത്ര കട്ടിയൊന്നല്ല. പിരിയുന്നു കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോടെ, അമ്പരങ്ങളും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ. So there, roll the intro music. La 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 la. ഹേ ഗായ്സ്, ചിരിക്കാനും ചിരിപ്പിക്കാനുമുള്ള, ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള 2 ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പറഞ്ഞേ. ചിരിക്കാനും ചിരിപ്പിക്കാനും വരുന്നുണ്ട്. ചിന്തൊന്നുമല്ല, ചിന്തിപ്പിക്കാനുമുള്ള 2 ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പോഡ്കാസ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതെ, ഞങ്ങൾ ഇൻട്രോയില് പറഞ്ഞ പോലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇവരുടെ പോഡ്കാസ്റ്റ് കഴിഞ്ഞോ, ഇനി ഞങ്ങൾക്ക് പോഡ്കാസ്റ്റ് കിട്ടില്ലേ, 100 എപ്പിസോഡ് മാത്രമാണ് ഇവരുടെ മൈൽ സ്റ്റോൺ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അല്ല. സംഭവം എന്താന്ന് വെച്ചാല്, ഞങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകുന്നതനുസരിച്ച് സയാനും സയാന്റെ കാക്കിയും എൻ്റെ അവിടുന്ന്, അതായത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 1 hour അപ്പുറത്തേക്ക് മൂവ് ഔട്ട് ചെയ്യാണ്. അതെ, എൻ്റെ 4 വർഷം ഞാൻ പോകണം ഏതെങ്കിലും കാലം മാറണം എന്ന് വിചാരിച്ചിരുന്ന ടൊറോണ്ടോയിലേക്ക് ഞാനും എൻ്റെ കാക്കി മാറി പോവാണ്. അപ്പൊ സമീർ ഇവിടെ വാട്ടർലൂവിന്റെ ഗൃഹനാഥനായി ഇവിടെ ഉണ്ടാകും. അതെ, മീൻസ് ഞാനും എനിക്കൊരു സെക്കൻഡ് ഹോം ഇൻ ടൊറോണ്ടോ. അതെ, ഞാനും സമീർ എപ്പോഴും ടൊറോണ്ടോ പോകാറുണ്ട്. ഞങ്ങൾക്ക് അവിടെ ക്രാഷ് ചെയ്യാൻ ഒരു പ്ലേസ് ഇല്ല എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ. അതെ, അത് ഇതോടെ അങ്ങ് മാറുകയാണ് ഇൻഷാല്ലാ. ഇത് കാണുമ്പോ ഞാൻ മാറാൻ പോവുകയാണ്. അതെ, പക്ഷെ ഈ എപ്പിസോഡ് വരുമ്പോഴേക്കൊക്കെ ഇവ മാറി ചിലപ്പോ 1 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം അത്രക്കും എപ്പിസോഡ് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചാണ്. അതെ, ഷോ മുന്നോട്ട് പോകണ്ടേ, ഷോ മസ്റ്റ് ഗോ ഓൺ. അതെ, സോ എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്? ആദ്യം തന്നെ നമ്മൾ ഈ പിരിയണ ഒരു സംഭവമൊക്കെ ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചിരുന്നു. അപ്പൊ ഈ സുഹൃത്തിനോട് സംസാരിച്ചപ്പോ, സുഹൃത്തല്ല, നമ്മുടെ പോഡ്കാസ്റ്റ് ലിസണറായ സുസാന ഇക്ബാൽ, അപ്പൊ ഇവരോട് സംസാരിച്ചപ്പോള് ഇവര് ഒരു കോൺവെർസേഷനിൽ എന്നോട് പറഞ്ഞ് ഇവരൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട്, അതിലെന്തോ 4 ഗേൾസും 1 ബോയേ ഉള്ളൂ. ഈ ഫ്രണ്ട്സ് ഗ്രൂപ്പ് എല്ലാ കൊല്ലും ഇവര് സീക്രട്ട് സാന്റ എന്നുള്ള സംഭവം ഹോസ്റ്റ് ചെയ്യലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ വാവ്, ഇൻട്രസ്റ്റിംഗ്. അപ്പോഴാണ് ഞാൻ അവളോട് ചോദിച്ചത്, എത്ര പേരാണ് ഫ്രണ്ട്സ് ഗ്രൂപ്പ്, എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞ് 4 പെൺകുട്ടികളും 1 ആൺകുട്ടികളുള്ള. സീക്രട്ട് സാന്റ എന്താന്ന് അറിയാത്ത ആരെങ്കിലും? അതെ, ഞാൻ എല്ലാം അതിലോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് സീക്രട്ട് സാന്റ എന്താന്ന് പറയാം. സീക്രട്ട് സാന്റ എന്ന് വെച്ചാല്, പൊതുവെ ക്രിസ്മസിന്റെ ടൈമില് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ 10th 12th നാട്ടിലെ സ്കൂൾസിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരാൾക്ക് ഒരു പേരുണ്ടാവും. അപ്പൊ നമ്മള് അയാൾക്കൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുക. അയാള് നമ്മൾക്ക്, അതായത് വേറൊരാള് ചിലപ്പോൾ നമ്മളെ പേരായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ ആ വേറൊരാള് നമ്മൾക്കൊരു ഗിഫ്റ്റ് മേടിക്കുക. എന്നിട്ട് ക്ലാസ്സിന്റെ ഫെയർവെൽ ദിവസമൊക്കെ ആയിരിക്കും എല്ലാവരും ഇങ്ങനെ പേര് വിളിച്ചിട്ട് ഈ ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ നമുക്ക് സർപ്രൈസിങ് ആയിട്ടാണ് ഈ ഗിഫ്റ്റ് ഒക്കെ വരിക. അപ്പൊ ഞാൻ ഇവളോട് ആദ്യം തന്നെ ചോദിച്ച്, എത്ര ഫ്രണ്ട്സ് ഉണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ ഡൈനാമിക്സ് ചോദിച്ചത്. അപ്പൊ അവള് പറഞ്ഞ്, ഞങ്ങൾ 4 പെൺകുട്ടികളും 1 ആൺകുട്ടിയാണ് പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ശരിയാ, പെൺകുട്ടികളെ ഇടയിൽ ഇതൊക്കെ നടക്കുള്ളൂ, ആൺകുട്ടികളെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ സീക്രട്ട് സാന്റ എന്ന് തന്നാല് ഇത് നടക്കാൻ ചാൻസസ് വളരെ കുറവാണ് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇവര് പറഞ്ഞ്, ഞങ്ങളിത് ഡിസംബർ ആ ഒരു ടൈം ആവുമ്പോഴല്ല ഞങ്ങളിത് വെക്കാറ്, ജസ്റ്റ് പേരുള്ളൂ സീക്രട്ട് സാന്റ എന്നുള്ളത്. അതെ, പക്ഷെ ഞങ്ങള് എല്ലാരോടും ചോദിച്ചിട്ട് ഇയറിന്റെ ബിഗിനിങ്ങിൽ ഞങ്ങൾ തീരുമാനിക്കും, ഒരു 6 months into the year അങ്ങനെ ഒരു
ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ സീക്രട്ട് സാന്റ വെക്കാന്ന്. അതാണ് ഇനീഷ്യലി അവരുടെ ഒരു ബേസ് ലൈൻ. പിന്നെ ഇതിന്റെ ഇടയിൽ ഇവർ ഭയങ്കര ഡീറ്റെയിലിങ്സ് ഉണ്ട്. ഒന്ന് എന്നുള്ളത് ഇവരുടെ ഫ്രണ്ടിന്റെ ഒരു സിസ്റ്റർ ആണ് ഓരോരുത്തർക്കും ഓരോ പേര് കൊടുക്കുക, ഒരു ഹോസ്റ്റ് ചെയ്യുക. പിന്നെ ഇവർക്കൊരു ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഈ ഒരു സീക്രട്ട് സാന്റ മാത്രമായിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല്. അപ്പൊ ആ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കയറിയിട്ട് ഇപ്പൊ സപ്പോസ് എനിക്ക് നിന്റെ പേര് കിട്ടി, പക്ഷെ എനിക്ക് നന്നായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ ഈ ഇൻസ്റ്റാ പ്രൊഫൈലിൽ കയറിയിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കും, എന്റെ സീക്രട്ട് സാന്റ നീയാണ്, നിനക്ക് എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് ഗിഫ്റ്റ് വേണോ അതോ ഞാനായിട്ട് സർപ്രൈസ് ആയിട്ട് മേടിക്കണോ? അപ്പൊ വോയിസ് അയക്കാൻ പറ്റുമോ? അതൊക്കെ വേണമെങ്കിൽ വോയിസ് മാറ്റി അയക്കാം. അപ്പം ഇവര് പറഞ്ഞ് നമുക്ക് അധികം പൈസ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും ഇത്ര എമൗണ്ട് ഫിക്സ് ചെയ്യും, ഇത്ര എമൗണ്ട് ഫിക്സ് ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മളെല്ലാരും അഡൽട്സ് ആണ്. അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്നുള്ള ഈ അക്കൗണ്ട് യൂസ് ചെയ്താണ്ട്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്താ ടൈമിൽ വേണ്ടി അല്ലെങ്കിൽ അത്യാവശ്യമുള്ള എന്താ വെച്ചാൽ പറയാം. ആദ്യമൊക്കെ ഇവര് പറഞ്ഞ ആദ്യമൊക്കെ എല്ലാവർക്കും ഒരു ചമ്മലുണ്ടായിരുന്നു, പിന്നെ നമ്മളെല്ലാരും അഡൽട്സ് ആയി. അപ്പൊ പിന്നെ നമ്മൾ ഡയറക്റ്റ് പറയാൻ തുടങ്ങി. ചിലവര് അത് അതാണ് ഞാൻ അവിടെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇവര് പറഞ്ഞത് ഇവര് പൈസ ഓൾറെഡി കൊട്ടേഷൻ ഉണ്ട്. പിന്നെ ഇവര് അതിന്റെ മോൾക്ക് വാങ്ങിയെടുക്കാന്നുള്ള ഇവരുടെ ഇഷ്ടം. പക്ഷെ മിനിമം ക്യാപ്പ് ഉണ്ട്. വേണമെങ്കിൽ നിനക്ക് കാർ മേടിക്കാം, പക്ഷെ മിനിമം ഒരു കാർക്ക് എണ്ണടിക്കാനുള്ളെങ്കിലും സാധനം വേണം. അങ്ങനെ നല്ല ഐഡിയ. അതെ. പിന്നെ ഇവര് പറഞ്ഞ് പിന്നെ എന്തായിരുന്നു പറഞ്ഞവര് കേട്ടോ, എന്താടാ സുസാന പറയുന്ന കാര്യങ്ങളൊക്കെ നീ ഇത്രേ ശ്രദ്ധിക്കുന്നുള്ളൂ? ഇത്രയൊക്കെ മതിയെന്ന്. പിന്നെന്തായിരുന്നു, ആ ഒരു കോൺവെർസേഷന്റെ ഇടയിൽ എന്റെ കാറ് വന്നപ്പോ സാധനം കേട്ട് കട്ടായി. കാറ് വന്നപ്പോ ട്രെയിൻ ഓഫ് തോട്ട് പോയില്ലേ? അതെ. പിന്നീട് ഇത് എങ്ങനെയാന്ന് വെച്ചാല് ഈ ഒരു ഡേറ്റ് വരുമ്പോ ഒന്നെങ്കിൽ ഇവരുടെ അഡ്രസ്ക്ക് ഈ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അയക്കും, അല്ലെങ്കിൽ ഇവരെല്ലാരും മീറ്റപ്പ് ചെയ്തിട്ട് ആ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യും. അപ്പം ചിലവര് പറയും ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് മതി. അപ്പം നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആയിരിക്കും എന്താ ഇപ്പൊ ഇവർക്ക് മേടിച്ച് എടുക്കുക എന്നുള്ളത്. ചിലവര് പറയും ഇന്ന ഡെഫിനൈറ്റ് സാധനം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മേടിച്ചു കൊടുക്കും. സോ വൈ ഐ ഡിസൈഡഡ് ടു ടെൽ ഹിയർ ഈസ് ദാറ്റ് ഇനിയിപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് വല്ല ഫ്രണ്ട്സ് ഗ്രൂപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇവര് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇത് കൊണ്ടുപോകണേ. ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും എക്സൽ ഷീറ്റിൽ അങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞ് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവർ കൊണ്ടുപോകണേ. ഡോക്ടേഴ്സ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇപ്പൊ എന്റെ ബോയ്സ്, അതായത് നമ്മളെ ബോയ്സിന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാല് ആർക്കും അതിന് സമയം ഉണ്ടാവില്ല. ചിലപ്പോ 1-2 ആൾക്കാർക്ക് ഗിഫ്റ്റ് കിട്ടും, ബാക്കിയുള്ളവരും ചിലപ്പോ ഗിഫ്റ്റ് കിട്ടില്ല. പിന്നെ നമ്മൾ ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നാലും അവര് നമ്മളെ നോക്കിയിട്ട് പറയും വൈ ആർ യു കെ, അങ്ങനെയൊക്കെ ചോദിക്കാം. അതെ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് വർക്ക്ഔട്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതാണ്. കാരണം ഞാനൊരു റീല് കണ്ടിരുന്നു. ആ റീലിൽ എങ്ങനെയാന്ന് വെച്ചാല് എല്ലാ വർഷവും ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒരു ഡേറ്റിൽ എല്ലാ വർഷവും ഇവർ മീറ്റ് ചെയ്യും. എന്നിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ഇവർക്കൊരു എവർ റോളിംഗ് ബെസ്റ്റ് സ്റ്റോറി ചാമ്പ്യൻഷിപ്പ് കപ്പൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ വർഷവും ഇവര് മീറ്റ് ചെയ്യുമ്പോ ഇവര് വന്നിട്ട് ഈ ഒരു വർഷത്തിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അതിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റോറി ആയിരുന്നാണോ ഓർക്ക് ആ കപ്പ് കിട്ടും. അങ്ങനെ ഒക്കെ ആയിട്ട് ഒരു 30 കൊല്ലായിട്ട് ഇവരിത് ചെയ്തോണ്ടിരിക്കുകയാണ്. വെറ്ററൻസാ, 50-60 വയസ്സൊക്കെ ഉണ്ട്. ഒരു യൂറോപ്യൻ അല്ലെ US-ലൊക്കെ ഉള്ള. അതെ. അപ്പം അതേപോലത്തെ സംഭവങ്ങളൊന്നും ചിലപ്പം പോസിബിൾ ആവില്ല. എല്ലാ വർഷവും മീറ്റ് ചെയ്യുക, കൊല്ലത്തിൽ ഒരിക്കൽ മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ പോസിബിൾ ആവുമെന്ന് അറിയില്ല. പക്ഷെ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നിനക്കിപ്പോ ഒരു സീക്രട്ട് സാന്റയില് നിനക്ക് ഇങ്ങനെ ഇൻസ്റ്റയിൽ ഒരു DM വന്നു, എന്താണ് നിന്റെ ആവശ്യമുള്ള കാര്യം നീ പറയാ? ക്യാപ്പ് പറ, എത്ര പൈസന്റെ ലിമിറ്റ് പറ. പ്രൈസിന്റെ ലിമിറ്റ് ഇല്ലാന്ന് വിചാരിച്ചാ നീ ഒരു റീസണബിൾ ആയിട്ട് നിനക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. റീസണബിൾ ആയിട്ടാണെങ്കിൽ എനിക്ക് വേണ്ടത് സംഭവം എന്റെ അടുത്ത് എല്ലാതും ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ എനിക്ക് വേണ്ടത് അറിയാം. പിന്നെ ഇപ്പൊ കാറേ ചോദിക്കാൻ പറ്റുള്ളൂ. അതൊന്നും ഇപ്പൊ റീസണബിൾ നിന്റെ കയ്യിലില്ലേ? അതെ, കാറുണ്ട്. പക്ഷെ വീണ്ടും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ അതിമോഹം. അതെ, ഞാൻ അങ്ങനെയാണ് ഒരു പെയർ ഓഫ് സ്നീക്കേഴ്സോ അല്ലെങ്കിൽ വാച്ചോ ആയിരിക്കും ചോദിക്കുക.
നിനക്ക് ഓൾറെഡി ഇതൊക്കെ ഉള്ളതല്ലേ? എനിക്ക് കൂടുതൽ വേണം. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ, നീ പറയണ നിനക്കൊരു കട്ടിങ് ഷേവിങ് ഞാൻ വാങ്ങിച്ചു തരും. എന്നാ നീ പറ. എന്റെ എന്താ പറയാ, എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അൽഹംദുലില്ലാ എല്ലാം ഉണ്ട്. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ കുറെ പൈസ വേണം. ഒന്ന്, എനിക്കൊരു പേരൻസിനെ റിട്ടയർ ചെയ്യണം. രണ്ട്, എനിക്ക് എന്റെ ജോബ്. അതെ ഞാൻ പറഞ്ഞ എന്നോട് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ കുറച്ച് കൂടി പോകും മക്കളെ. അപ്പൊ ഞാൻ സെമീറിനെ വിട്ട് പോകുന്നത് എന്താ പറയാ അനുബന്ധിച്ച് ഞങ്ങളൊരു വൺ ലാസ്റ്റ് എപ്പിക് അഡ്വെഞ്ചർ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാനും സെമീറും പെയിന്റ് ബോൾ ഷൂട്ടിങ്ങിന് പോയി. പെയിന്റ് ബോൾ ഷൂട്ടിംഗ് അത് സയാന്റെ സെക്കൻഡ് ടൈം. എന്റെ സെക്കൻഡ് ടൈം. എന്റെ ഫസ്റ്റ് ടൈമിലെ എക്സ്പീരിയൻസ് ഞാൻ പോഡ്കാസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞപ്പോ ഞാനൊരു കൊച്ചു പയ്യനെ പോലെ ഇതിങ്ങനെ കേട്ടിട്ട് വായൊക്കെ പൊളച്ച് അങ്ങനെ ഞാൻ കേട്ട് നിന്നിട്ടുണ്ട്. ആ എപ്പിസോഡിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് കേട്ട് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എപ്പിസോഡിന്റെ ബാക്കി കേൾക്കാം, അല്ലെങ്കിൽ ആദ്യം ഇത് കേട്ടിട്ട് പിന്നെ അത് കേൾക്കാം. എങ്ങനെ ഇറ്റ്സ് അപ് ടു യു. അതെ, ഇതൊരു ക്രൊണോളജിക്കൽ ഇതായിട്ടൊന്നും നിങ്ങൾ കാണണ്ട, സീക്വൽ ഇല്ലാത്തൊരു സിനിമ ആയിട്ട് കാണാം. ആ എപ്പിസോഡിൽ ഞാനിങ്ങനെ സെമീറിന്റെ മുന്നിൽ ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ എപ്പിസോഡ് സെമീർ സംസാരിക്കാം. അതെ, ആ പെയിന്റ് ബോൾ ഷൂട്ടിംഗ് ആണ് ആദ്യം തന്നെ ഇവര് പ്ലാൻ ഇട്ടപ്പോ തന്നെ ഫസ്റ്റ് ഇവര് പ്ലാൻ ഇട്ടപ്പോ അന്ന് എനിക്ക് അവൈലബിൾ അല്ലേ, എനിക്ക് വർക്ക് സ്റ്റഡീസ് ഒക്കെ ആയിട്ട് ഞാൻ അവൈലബിൾ അല്ല. എന്നിട്ട് സയാൻ എന്നോട് പറഞ്ഞ്, എടാ വീട്ടിലുള്ളവരൊക്കെ ഓൾറെഡി പ്ലാൻ ഇട്ട് നിനക്ക് വരാൻ പറ്റുമെങ്കിലും പറ്റൂലെങ്കിലും എന്തായാലും ഇത് പോകും എന്നുള്ള മട്ടാണ്. എന്റെ പ്ലാൻ അല്ലായിരുന്നു, ഞാൻ ഇട്ട പ്ലാൻ അല്ല, എന്റെ വീട്ടിലുള്ള ആൾക്കാർ ഇട്ട പ്ലാനാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അസൈൻമെന്റ് ഉണ്ട്, എക്സാം ഉണ്ട്, അതൊക്കെ മാനേജ് ചെയ്യാ, വണ്ടിയിൽ നിന്ന് അസൈൻമെന്റ് ഒക്കെ ചെയ്യാ വിചാരിച്ചു ഇവരോട് പറഞ്ഞ് ഓക്കെ ഞാൻ റെഡിയാ പോവാനെന്ന്. പക്ഷെ അന്ന് എന്തോ പോയില്ല. അങ്ങനെ പിറ്റത്തെ വീക്കാണ് ഞങ്ങൾ പെയിന്റ് ബോൾ ഷൂട്ടിങ്ങിന് പോകുന്നത്. അപ്പൊ ഞാൻ പെയിന്റ് ബോൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞാൻ ഈ പണ്ട് ഒരുപാട് പബ്ജി കളിച്ചിട്ടുണ്ടായിരുന്നു. കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ ഞാൻ ലോക്ക്ഡൌൺ ടൈമിലൊക്കെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഒരുപാട് തവണ കളിച്ചിട്ടുണ്ട്. അപ്പൊ കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കളിക്കുമ്പോഴും നമുക്ക് എപ്പോഴും ഇതിൽ ഓരോ സ്ട്രാറ്റജീസും നമ്മൾ പ്ലേയേഴ്സിനൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ലുക്ക് ടു യുവർ 12 o'clock, ലുക്ക് ടു യുവർ 9 o'clock എന്നൊക്കെ പറഞ്ഞാണ്ടും പിന്നെ ആംബുഷ് ചെയ്യും, റിട്രീവ് ചെയ്യും, ബ്ലോക്ക് മറ്റേ ഡോണ്ട് റഷ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഫുൾ കമാൻഡ്സ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ കളിക്കുക. അപ്പൊ അതൊക്കെ അങ്ങോട്ട് റിയൽ ലൈഫിൽ അങ്ങോട്ട് അസംബിൾ ചെയ്ത പോലെയായിരുന്നു എനിക്ക് പെയിന്റ് ബോൾ ഷൂട്ടിങ് കാരണപ്പോ. അപ്പൊ പെയിന്റ് ബോൾ ഷൂട്ടിങ്ങിൽ നമുക്ക് സെമി ഓട്ടോമാറ്റിക് ഗണ്ണ തന്നത്. അപ്പൊ അതന്നെ ഭയങ്കര ഒരു വൻ ഫീൽ ആയിരുന്നു. ഓട്ടോമാറ്റിക് കാരണം നമ്മളിങ്ങനെ നെക്കി പിടിച്ചാൽ പോകും. സെമി ഓട്ടോമാറ്റിക് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ലോഡ് ചെയ്തിട്ട് ഓരോ പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോ ഇങ്ങനെ പോകും. 10 bulletsോ 15 bullets ഇൻ റോ അങ്ങനെ എന്തോ പോകും. അപ്പൊ നമ്മളിത് ടീമായിട്ടാണ് കളിച്ചിരുന്ന പല ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിലുള്ള പല ഗെയിംസും കോൾ ഓഫ് ഡ്യൂട്ടിയും അതിലൊക്കെ ഇൻസ്പയർഡ് ആയ ഗെയിംസ് ഒക്കെ പോലെ. എന്നിട്ട് ഫസ്റ്റത്തെ 2 കളി ഞാനും സയാനും പിന്നെ ഞങ്ങളെ സ്കൂൾ ഫ്രണ്ട് സാഹിയൊക്കെ ടീമേനു. അപ്പൊ ഞാനും സയാനൊക്കെ ഫുൾ ടീമായിട്ട് സയാന ഈ കവറുണ്ട്, ഞാൻ റഷ് ചെയ്യാ, ഞാന് സെമീറും പേർപ്പിൾ ടീം. ഞങ്ങൾക്ക് കയ്യും ഒരു പേർപ്പിൾ ടേപ്പ്, കാലും ഒരു പേർപ്പിൾ ടേപ്പ് ഒക്കെ ഇങ്ങനെ കെട്ടിയിട്ട് അവർ ഗ്രീൻ ടീം നമ്മളുടെ ഒപ്പോണൻസ്. എന്റെ ഇക്കാക്ക് സഹീനൊക്കെ ഒപ്പോണന്റ് ആയിരുന്നു. സഹീനൊക്കെ കള്ളൻ ലോക ഇത്ര വലിയൊരു കള്ള വേറെ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാല് പെയിന്റ് ബോൾ ഷൂട്ടിംഗ് കളിക്കുമ്പോൾ നമ്മള് ചെസ്റ്റ് ഏരിയയിലും ബാക്ക് ഏരിയയിലും ഹെഡ് ഷോട്ട് അടക്കം അവർ ഒഴിവാക്കി. ഹെഡ് ഷോട്ട് ഇതായ കില്ലല്ല എന്നുള്ള രീതിയിൽ വെച്ചെങ്കിലും അപ്പം ചെസ്റ്റ് ഏരിയയും ബാക്ക് ഏരിയയിലും ബുള്ളറ്റ് കൊണ്ടാലും നമ്മൾ ഡെഡാ. അപ്പൊ ഡെഡ് ആയാല് നമ്മൾ തിരിച്ച് നമ്മുടെ ബേസ്മെന്റിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരണം. നമുക്ക് വെടി കൊണ്ട് നമ്മൾ ഡെഡ് ആയാല് കൈ പൊക്കുക, അപ്പൊ നമ്മളെ വെടി വെക്കാൻ പറ്റില്ല. എന്നിട്ട് നേരെ പോയിട്ട് നമ്മളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, അവിടെ പോയിട്ട് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ റീസ്പോൺ ആയി. കൈ പൊക്കിയാല് പിന്നെ നമ്മളെ ആരും വെടിവെക്കൂല. പക്ഷെ എന്നാലും വെടിവെക്കണവരൊക്കെ ഉണ്ട്. ഞാന് ലാസ്റ്റ് ഗെയിം തീർന്ന് കാക്കന്റെ ബുള്ളറ്റ് തീർന്നില്ല. കാക്കന്റെ അങ്ങനെ വെടിവെക്ക, നമ്മുടെ ഗെയിം തീർന്ന് അതൊന്നും എനിക്ക് വിഷയമല്ല. എല്ലാരും വെടിവെക്ക. അതെ, സഹീൻ എന്നിട്ട് ബുള്ളറ്റ് കൊണ്ടാല് ഇവന് കൈ പൊക്കുന്നില്ല, ഔട്ടായി എന്ന് പറയുന്നില്ല, ഇവൻ ഇങ്ങനെ കളിക്കുന്നേ. കോമഡി ആയിരുന്നു. പിന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പെയിന്റ് ബോൾ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളെ കൈമലും ഇവിടെ ഒക്കെ കുറെ ബ്രൂസസ് ഒക്കെ ഉണ്ട്. ഞാൻ തിരിച്ചു വന്ന് ഷർട്ടൊക്കെ ഊരിയപ്പോ കൈയിന്റെ കുറെ ഏരിയയിൽ കുറെ ബ്രൂസസ്. പിന്നെ ഈ ഗ്രൗണ്ട് ഫുള്ള് ഭയങ്കര ചെളി പിടിച്ചിട്ടായിരുന്നു. അതായിരുന്നു ഇപ്രാവശ്യം പോയപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയതിനേക്കാളും ഡിഫറെന്റ് ആയത്. അതെന്താ വെച്ചാൽ തലേ ദിവസം മഴ പെയ്തു, പുല്ലുള്ളിടത്ത് ഭയങ്കര ചപ്പ്
പുളി പോലെയാണ്. അതെ, എന്നിട്ട് നമ്മൾ ഓടുമ്പോ ഇങ്ങനെ കൂടുതൽ സ്ട്രെയിൻ കൊടുത്ത് ഓടണം, കാലൊക്കെ. എന്നിട്ട് ഇവിടെ ബാരിക്കേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഒളിച്ചെന്ന് വെടിയാക്കാന്. സെമീറിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ സെമീറിനോട് സെമീർ നീ പൊക്കോ ഞാൻ കവർ ചെയ്യാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് സെമീർ ഓടാ, ഞാനപ്പോ കവർ ഫയർ ചെയ്യാ. സെമീർ ഓടിപ്പോയിട്ട് ബാരിക്കേഡിന്റെ അവിടെ സ്ലൈഡ് ചെയ്ത് താഴെ ഈ തുപ്പാക്കിയും ബീസ്റ്റൊക്കെ കണ്ടല്ലോ സ്ലൈഡ് ചെയ്തിട്ട് ബാരിക്കേഡിന്റെ അവിടെ നിൽക്കുന്നു, തിരിഞ്ഞ് ഗണ്ണൊക്കെ. വൻ രസം സെമീറിന്റെ ആക്ഷൻസ് കാണാന്. വൻ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു പ്രാവശ്യം കൂടി പോകണം, ഈ മണ്ണും ചളിയൊന്നും ഇല്ലാത്ത ടൈമില് ഒരു പ്രാവശ്യം കൂടി ഒന്ന് പോകണം. പിന്നെ അതുപോലെ തന്നെ വേറൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്റെ കോളേജിലെ സൈലന്റ് ഡിസ്കോ പാർട്ടി. അപ്പൊ അത് എന്റെ കോളേജിൽ കുറെ ഇവന്റ്സ് വരും. അപ്പൊ നമ്മള് ഈ കോളേജില് നമ്മൾ ഫീസ് കൊടുക്കുമ്പോൾ ഇവര് ഈ ഇവന്റ്സും കൂടി ഹോസ്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു പൈസ ഒക്കെ ഈ ഫീസിൽ ഹിഡൻ ആക്കിയിട്ടാണ് പിള്ളേരുടെ അടുത്ത് ഫീസ് മേടിക്കുക. അപ്പൊ എന്റെ മനസ്സിലൊക്കെ ആകെ ഉണ്ടായിരുന്ന ഒരു ഒബ്ജക്റ്റീവ് എന്താന്ന് വെച്ചാൽ ക്ലാസ്സിൽ പോയില്ലെങ്കിലും എല്ലാ പരിപാടിക്കും പോണം, അങ്ങനെങ്കിലും ഇവര് ഇത്രയും വലിയൊരു എമൗണ്ട് ഫീസായി മേടിക്കണേ മുതലാക്കി. ഇപ്പൊ ഇത് കേൾക്കുന്ന കുറെ ആൾക്കാർ കാനഡയിലോ അല്ലെങ്കിൽ ഇങ്ങനെ വിദേശത്തൊക്കെ പഠിക്കാൻ പോയവരായിരിക്കും. അപ്പൊ അവരുടെ കോളേജിൽ ഇങ്ങനെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. കുറെ എക്സ്പീരിയൻസസ് ഇതിനൊക്കെയാണ് ഭയങ്കര ഹൈ ഫീസാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇത്രയും എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. നിങ്ങൾ കോളേജ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ സെമീറിനോട് ആദ്യം പറഞ്ഞതായിരുന്നു, എന്താ നീ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഈ കോളേജ്. മിക്ക ആൾക്കാരും ചെയ്യുന്നില്ല. നമ്മളൊക്കെ ഓരോരുത്തരെ പരിചയപ്പെട്ട് ചോദിക്കുമ്പോൾ കോളേജിലെ ആക്ടിവിറ്റീസിലേക്കൊക്കെ പോയിട്ടുണ്ടോ നോക്കുമ്പോൾ ആരും ആന്ന് പറയാറില്ല. എല്ലാവരും ആ ഒരു വർക്ക് ലൈഫിൽ അങ്ങ് ഇൻവോൾവ് ആവുക, അസൈൻമെന്റ്സ്, കോളേജ്, അങ്ങനെ ഒരു ബിസി ലൈഫ് പോവുക. അങ്ങനത്തെ ആൾക്കാരോട് കാനഡ എങ്ങനെ ഉണ്ട് ചോദിക്കുമ്പോൾ അവർ ഭയങ്കര ഷോക്കാന്ന് പറയും. പക്ഷെ ഈ ആക്ടിവിറ്റീസ്, ഫ്രണ്ട്ഷിപ്സ്, ന്യൂ സർക്കിൾസ്, അങ്ങനത്തെ ഒരു മൈൻഡുള്ളവർ പോവുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര രസമായിരിക്കും. ആക്ച്വലി യെസ്, ഞങ്ങൾ ഇങ്ങോട്ട് എന്റെ മെയിൻ പരിപാടി തന്നെ കോളേജിൽ എന്തൊക്കെ ഇവന്റ് ഉണ്ടോ അതിനെ കുറിച്ച് അറിയാം. എന്നിട്ട് കുറച്ച് ആദ്യം വരെ ഇവന്റ് പബ്ലിഷ് ചെയ്യും. ഇവന്റ് പബ്ലിഷ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും വരെ ടിക്കറ്റ്സ് കൊടുക്കുക. ടിക്കറ്റ്സ് ഫ്രീ ടിക്കറ്റ്സ് ആണ്, പക്ഷെ നമ്മൾ ടിക്കറ്റ്സ് രജിസ്റ്റർ ചെയ്യണം, എന്നാലേ നമുക്ക് ആ ഒരു ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ. അപ്പൊ ഈ ഹാളിൽ ചിലപ്പം കപ്പാസിറ്റി 200 പീപ്പിൾ ഒക്കെ ആയിരിക്കും. അപ്പൊ ഇവര് ഈ ഒരു 200 ടിക്കറ്റ്സ് ആണ് സെയിൽ ആയി കഴിഞ്ഞാൽ സെയിൽസ് നിർത്തും. അപ്പൊ ഇവന്റ്സിന്റെ ഒക്കെ സെയിൽസ് വേഗം വേഗം പോകും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാനിത് വരാൻ അങ്ങനെ കാത്ത് റിമൈൻഡർ ഒക്കെ വെക്കും. റിമൈൻഡർ മെയിലൊക്കെ വരും. ഞാൻ ഈ ലിങ്ക് കണ്ട് വരുമ്പോഴത്തിന് എന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ലിങ്ക് ഇടും. അങ്ങനെ ലിങ്ക് ഇടുമ്പോ ഇവരൊക്കെ എന്നെ പറഞ്ഞിരുന്ന തന്നെ ഞാൻ ഇവന്റിനായിട്ടാണ് കോളേജിൽ വരുന്നതെന്നൊക്കെ. അങ്ങനെ ഞാൻ കാരണം അവർ ഇവന്റിനൊക്കെ വരില്ലേ. അപ്പൊ അങ്ങനെ സൈലന്റ് ഡിസ്കോ പാർട്ടി ഉണ്ടായിരുന്നു. അതായത് സൈലന്റ് ഡിസ്കോ പാർട്ടി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാ, നമ്മൾ ഏദിൽ ഹെ മുഷ്കില് അനുഷ്ക ശർമ്മ രൺബീർ കപൂർ ഒരു പാർട്ടിക്ക് പോയിരുന്നു ഹെഡ്ഫോണൊക്കെ വെച്ചാണ്ട്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് സൈലന്റ് ഡിസ്കോ എന്നുള്ള ഒരു സംഭവം എന്താന്ന് അറിയണം. അപ്പം സംഭവം എന്താന്ന് വെച്ചാൽ റൂം ഫുൾ സൈലന്റ് ആയിരിക്കും, പക്ഷെ നമ്മുടെ ഹെഡ്സെറ്റിൽ പാട്ടുണ്ടാവും. ഈ ഹെഡ്സെറ്റിൽ 2-3-4 ചാനൽസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ചാനലിലും ഓരോ ടൈപ്പ് പാട്ടുകളായിരിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചിട്ട് വോളിയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും ഇങ്ങനെ ഡാൻസ് കളിക്കുക. അപ്പൊ ഹെഡ്ഫോൺ ഊരി നോക്കുമ്പോ എല്ലാരും ഇങ്ങനെ ഫുള്ള് ഹെഡ്ഫോൺസ് ഊരിയാല് എന്ത് വിയേർഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്ന് തോന്നിപ്പോ. ഒരു പാട്ടുമില്ല, പക്ഷെ ആൾക്കാരൊക്കെ ഭയങ്കര ഡാൻസും ഒക്കെ ആയിട്ട്. അതെ, പക്ഷെ ഹെഡ്സെറ്റ് ഇട്ടാല് വൻ എക്സ്പീരിയൻസ്. ഞാൻ എന്നിട്ട് ഇതേപോലെ എല്ലാവർക്കും ലിങ്ക് ഒക്കെ അയച്ച് ഞാൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഫുൾ സെറ്റാ. അങ്ങനെ പരിപാടിന്റെ ഡേ എത്തിയപ്പോ ഞാൻ ലിങ്ക് അയച്ചു എന്നല്ലാതെ ആരും ലിങ്ക് കയറി രജിസ്റ്റർ ചെയ്തിട്ടില്ല. എനിക്കങ്ങ് ദേഷ്യം പിടിച്ച്. പിന്നെ ഞാൻ പറഞ്ഞാല് എന്റെ കൂടെ ആൾക്കാരുണ്ടോ ഇല്ലയോ ഒന്നും ഞാൻ നോക്കാറില്ല. ഞാൻ എങ്ങനെയായാലും ഇവന്റിന് ഞാൻ പോകും. അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞ് നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും ഇവന്റിന് പോവിട്ടോ എന്നാണ്. അപ്പൊ ഇവരൊക്കെ ഞങ്ങളില്ലാതെ ഞങ്ങൾ പിന്നെ എന്താ ചെയ്യാ, അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നതാണ്, രജിസ്റ്റർ ചെയ്തില്ല. അതെ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ ഞാൻ ആ ഇവന്റിന് പോകുന്നതാണ്. പിന്നെ ഇവര് ഡോർ ടിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് എല്ലാവരും രജിസ്റ്റർ ചെയ്യും, പക്ഷെ ഈ രജിസ്റ്റർ ചെയ്ത ആൾക്കാർ എല്ലാവരും ഇവന്റിന് എത്തിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇവര് എല്ലാവരും ഒരു കപ്പാസിറ്റി നോക്കി ഡോർ ഓപ്പൺ ചെയ്ത് ഒരു 1 hour ഒക്കെ കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും, ആ ടിക്കറ്റിന്റെ ആ ലിങ്ക് ഒന്നും കൂടി ഇവര് റീഫ്രഷ് ചെയ്ത് ഒരു 50 ടിക്കറ്റ് ഒക്കെ വെറുതെ അങ്ങ് വെച്ചു കൊടുക്കും ആ ഒരു ടൈമിൽ പിള്ളേർക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് എല്ലാ ഇവന്റിനും ഓൾമോസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു ഡോർ ടിക്കറ്റ് ഉണ്ടാവും, നിങ്ങൾ ഏതായാലും അത് നോക്കിക്കോ, ഞാൻ എന്തായാലും ഉള്ളില്
ഡാൻസ് കളിക്കുന്നുണ്ടാവും, ജോയിൻ മീ എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഉള്ളിൽ പോയപ്പോ 2 DJs ഉള്ളത്. ഒരു DJ ഫുള്ള് ബോളിവുഡ്, ബാംഗ്ര, പഞ്ചാബി സോങ് ഒക്കെ, ഒരു DJ ഫുൾ ഹിപ്പ് ഹോപ്പ്, ഡ്രേക്ക്, വീക്കെൻഡ്, അങ്ങനത്തെ വൈബ്. അപ്പം ഞാനും കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഫുള്ള് EDM മതി, ഹിപ്പ് ഹോപ്പ് മതി, ഞങ്ങൾ ഹിപ്പ് ഹോപ്പ് ഇട്ടു. ഞങ്ങൾ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഇന്ത്യൻ സോങ് ഇട്ടു. നോക്കുമ്പോ എന്താ എല്ലാരും ഹാപ്പി. ചിലവര് ഫുള്ള് ബാങ്കടൊക്കെ കളിക്കുന്നു. ആദ്യമായിട്ട് എന്റെ സൈലന്റ് ഡിസ്കോ പാർട്ടി എന്റെ കോളേജിലുണ്ടായപ്പോ ഞാൻ പോയപ്പോ എന്റെ കൂടെ ആ കസിൻ അഞ്ചലും ഉണ്ടായിരുന്നു. അഞ്ചൽ അന്ന് വന്നിട്ടുള്ളൂ. അപ്പൊ അഞ്ചലിന്റെ ഓറിയന്റേഷനും കൂടിയായിരുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അഞ്ചലിനെ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ ഇത് ഓപ്പൺ ഒരു ഫീൽഡിൽ സ്റ്റേജ് ഒക്കെ കെട്ടിയിട്ടാണ് ഇത് ഉണ്ടായിരുന്നത്. ഇൻഡോർ ആയിരുന്നു, എന്റെ ഔട്ട്ഡോർസ് ആയിരുന്നു. എന്നിട്ട് ആൾക്കാരൊക്കെ ഡാൻസ് കളിക്കും. അപ്പൊ ഞാനും ഇതേപോലെ ഡാൻസ് കളിക്കാം, ഞാനും എന്റെ ഫ്രണ്ട്സിനോട് ഡാൻസ് കളിക്കാം. അങ്ങനെ ഞാൻ അഞ്ചലിനെ അങ്ങനെ നോക്കുക. അപ്പൊ അഞ്ചലിന്റെ സ്റ്റെപ്സിന് എന്തൊക്കെ ഒരു വശപശക്ക്, ഇവൻ കൈയൊക്കെ ഇങ്ങനെ കുടിച്ച് ബല്യൊക്കെ കളിക്കുന്നേ. അപ്പൊ ഞാൻ എന്താ ഇവൻ ഈ നടക്കുന്നിട്ട് ഞാൻ എന്റെ അടുത്ത് ഇങ്ങനെ ഡാൻസ് കളിച്ച് പോയിട്ട് ഞാൻ ഇവന്റെ ഹെഡ്സെറ്റ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോ പഞ്ചാബി മ്യൂസിക്. അപ്പൊ ഞാൻ എന്നിട്ട് സ്റ്റേഷൻ മാറിയിട്ട് ഇവൻ കൊടുത്തു. അപ്പൊ ഇവന് എടാ ഇത്ര നേരം ഞാൻ ആലോചിക്കുന്ന ആൾക്കാരെന്താ ഈ സ്റ്റെപ്സ് ഒക്കെ പഞ്ചാബി പാട്ടിന് കളിക്കുന്നത്, അറിയില്ലായിരുന്നു. വേറെ ബട്ടനൊക്കെയാ വേറെ സ്റ്റേഷനിലേക്ക് പോകുന്നേ. സംഭവം അത് ഇതേപോലെ ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്തൊക്കെ നിനക്കുണ്ടായ കുറെ പുതിയ എക്സ്പീരിയൻസുകളും കാര്യങ്ങളൊക്കെ? എക്ലിപ്സോ? അതെ, സോളാർ എക്ലിപ്സ്. അതായത് എല്ലാ പ്രാവശ്യവും കുറെ പ്രാവശ്യം സോളാർ എക്ലിപ്സ് ഉണ്ടാവലുണ്ട്. ഏതോ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനും എന്റെ ഫ്രണ്ടും കോഴിക്കോട് ബീച്ചിൽ ചുമ്മാ സൺസെറ്റ് കാണാൻ പോയപ്പോ സൂര്യന് ഒരു സൈഡിൽ ഇങ്ങനെ കവർ ചെയ്ത് തന്നപ്പോ ഞങ്ങൾ വിചാരിച്ച പോലെ ക്ലൗഡ് എന്തോ കവർ ചെയ്തായിരുന്നു. പക്ഷെ നോക്കുമ്പോ അത് എക്ലിപ്സ് ആയിരുന്നു. അങ്ങനെ സോ മൈ പോയിന്റ് ഈസ്, എല്ലാ പ്രാവശ്യവും നമ്മൾ സോളാർ എക്ലിപ്സും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ എക്ലിപ്സ് പറഞ്ഞാല് ഭയങ്കര ഒരു ബിഗ് ഡീൽ. അതെ, ആ ബിഗ് ഡീൽ ആവാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഫുൾ സോളാർ എക്ലിപ്സ് ആയിരുന്നു. ഫുൾ സോളാർ ടോട്ടൽ സോളാർ എക്ലിപ്സ് ഫുൾ. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് മൂണ് കറക്റ്റ് സണ്ണിനെ കവർ ചെയ്യും. അതും ഉച്ചക്ക് 3 മണി ആ ഒരു ടൈം ആകുമ്പോൾ അത് നടക്കണേ. കറക്റ്റ് സണ്ണിനെ കവർ ചെയ്യുമ്പോൾ ഈ സണ്ണിനെ കവർ ചെയ്തോണ്ട് ബാക്കി വരുന്ന ലൈറ്റ് ഒരു റിങ് മാതിരിയായിരിക്കും ആകാശത്ത് ഉണ്ടാവുക. അത് മാത്രല്ല, നമ്മൾ 3 മണി നട്ടുച്ച ടൈമാ, പക്ഷെ ഫുൾ ഒരു ഡാർക്ക് തീമാവും. അപ്പം ഇതായിരുന്നു ഈ ഒരു സോളാർ എക്ലിപ്സിന്റെ മെയിൻ ഹൈലൈറ്റ്. അതെ, നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്ത് ഏതൊരു ടൈമിൽ എക്ലിപ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ചെറിയ ക്ലാസ്സിലായിരുന്നു. എനിക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട്. ഗോയിങ് ടൈം, അതായത് ഡിസ്പേഴ്സൽ ടൈമിലായിരുന്നു അത് ഉണ്ടായിരുന്നത്. എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ബസ്സിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ല ഓർമ്മ. അന്ന് എനിക്ക് ചെറിയ പ്രായമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ഈ എക്ലിപ്സ് ആണ് അത്ര ഒരു റെയർ സംഭവം ഒന്നല്ല. അതുകൊണ്ട് എനിക്ക് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ എക്ലിപ്സ് സോഷ്യൽ മീഡിയയിലൊക്കെ ഫുൾ എക്ലിപ്സ് വരും, ഈ ടൈമിലാണ് നോക്കേണ്ടത്, അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇന്നപ്പോഴൊന്നും എനിക്കൊരു ബിഗ് ഡീലായി തോന്നിയില്ല. ഈ ടോട്ടൽ സോളാർ എക്ലിപ്സ് ഇനി അടുത്തത് 33 കൊല്ലം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാന് എന്റെ മക്കളോടോ ചിലപ്പോ മക്കളോടൊക്കെ ആയിരിക്കും, ഞാൻ അവരോടൊക്കെ പറയാൻ പറ്റുമല്ലോ. 33 വർഷത്തിന് മക്കളോ? എന്തേ, എന്റെ ഒരു 2 years ഓൾഡൊക്കെ ഉള്ള ബേബി ആണെങ്കിലോ, എന്റെ മകന്റെ മകന് മേ ബി മാത്തമാറ്റിക്കലി ഞാൻ നോക്കിയിട്ടില്ല, മേ ബി മേ നോട്ട്. ഗ്രാൻഡ് പാ സെമീർ പറയോ? അല്ല, 33 വരെ. കണക്കൊന്നും കൂട്ടണ്ട, നമ്മൾ അത്ര അടിപൊളിയൊന്നല്ല കണക്കില്. അല്ല, നീ എന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ മില്യന്റെ അത് ഞാൻ കണ്ടു. അത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവം. നമ്മൾ ഇന്ത്യക്കാർ എന്തിനാണ് ലക്ഷം കോടി എന്നൊക്കെ യൂസ് ചെയ്യുന്നത്? എല്ലാവരും യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് യൂസ് ചെയ്താൽ പോരെ? ഈ ഇന്ത്യയിൽ മാത്രമല്ലേ ഉള്ളൂ ലക്ഷവും കോടിയും. ആൾക്കാർ മൊത്തം 100,000, 1 million, 10 million എന്ന് പറയുമ്പോൾ ഇന്ത്യ മാത്രം അങ്ങ് മാറുന്നുണ്ട്. 1 lakh, 10 lakh. അതേപോലെ ഈ അമേരിക്കക്കാർക്ക് ഉണ്ട്, അവർക്ക് സ്വന്തമായിട്ട് ഫാരൻഹൈറ്റ്, അവർക്ക് സ്വന്തമായിട്ട് വെള്ളത്തിനാണെങ്കിൽ ഗാലൻസ്, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ആണെങ്കിൽ മൈൽസ്, പൗണ്ട്സ്, വെയിറ്റ് ആണെങ്കിൽ പൗണ്ട്സ്. എന്തിനാണ്? അതെ, എല്ലാരും യൂസ് ചെയ്ത് എന്ത് എളുപ്പമാണ് ഇത്. എനിക്ക് തീരെ ഇഷ്ടമല്ല. അതാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ആകെ തട്ടിത്തടഞ്ഞത്. ഓക്കെ, ഇപ്പൊ എനിക്ക് 23, 33 കൊല്ലം എന്ന് പറയുമ്പോ 33, 43, 53, 56 വയസ്സ്. എന്റെ വാപ്പാക്കും 56 വയസ്സ്. എന്റെ വാപ്പാന്റെ അനിയനപ്പൊ എത്ര? 54. മൂപ്പർക്ക് ഇപ്പൊ 3 പേരക്കുട്ടികളുണ്ട്. മേ ബി മേ നോട്ട്. ഗ്രാൻഡ് പാ അല്ലെങ്കിൽ എന്റെ മക്കളോടൊക്കെ ഞാൻ അന്ന് പറയും,
പണ്ട് ഇതേപോലെ 33 കൊല്ലം എക്ലിപ്സ് കാനഡയില്. വെൽക്കം ബാക്ക് ടു ആഫ്റ്റർ അവേഴ്സ്. ഇന്ന് ഞാൻ എന്റെ പേരക്കുട്ടികളുടെ സോളാർ എക്ലിപ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഞാൻ കാനഡയിൽ ഇരുന്നിട്ടായിരുന്നു ഞാൻ സോളാർ എക്ലിപ്സ് ഒക്കെ കണ്ടതൊക്കെ. അപ്പൊ ഞങ്ങള് ഇത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല് എനിക്ക് സോളാർ എക്ലിപ്സ് കാണാന് തീരെ ഒരു പ്ലാൻസ് ഇല്ലായിരുന്നു. ഞാൻ സംഭവം ശരിയാണ്, റയറാണ് ഒക്കെ, പക്ഷെ എനിക്കെന്തോ എക്സൈറ്റ് ചെയ്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞ് ഞങ്ങള് ഇങ്ങനൊരു സ്ഥലത്ത് ഞാൻ നിൽക്കണോടന്ന് 1 hour മാറിയിട്ട് പോർട്ടവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്, അവിടേക്ക് ഞങ്ങള് എക്ലിപ്സ് കാണാൻ പോകുന്നുണ്ട്, നിങ്ങൾ വരുന്നോ ചോദിച്ചു. അതായത് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോടും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്ത് ഞങ്ങൾ 2-3 ഫ്രണ്ട്സ് സൈൻ ഇൻ ചെയ്തിട്ട് ഞങ്ങൾ 5 ആൾക്കാർ ഒരു വണ്ടിയിൽ പോയി. അപ്പോൾ ഞങ്ങൾ പിന്നെ റോഡ് ട്രിപ്പ് ഒക്കെ അല്ലേ എന്നുള്ള രീതിയിൽ ഞാനും അങ്ങോട്ട് എഗ്രി ചെയ്ത്. ഭയങ്കര ബ്യൂട്ടിഫുൾ സിറ്റിയാണ്, റിട്ടയർഡ് ആൾക്കാരൊക്കെ പോയി താമസിക്കുന്ന, പിന്നെ ഒരു ബീച്ചൊക്കെ ഉള്ളൊരു സ്ഥലമാണ്, അടിപൊളിയാ. അങ്ങനെ പിന്നെ ഇവര് പറഞ്ഞ് ഞങ്ങളുടെ അടുത്താണെങ്കിൽ എക്സ്ട്രാ മറ്റേ എക്ലിപ്സ് ഗ്ലാസസും ഉണ്ട്. കാരണം ഈ സോളാർ എക്ലിപ്സിന്റെ എനിക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെമ്മറി എന്താന്ന് വെച്ചാൽ നീ പറഞ്ഞ പോലെ നമ്മൾ സ്കൂളിലായ ടൈമില് എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ് ആവാനാവും ചാൻസ്. അന്ന് ഈ സോളാർ എക്ലിപ്സിന്റെ ന്യൂസ് വന്നപ്പോ എനിക്ക് ഓർമ്മയുണ്ട് സിലി മാം പറഞ്ഞത് സോളാർ എക്ലിപ്സ് ഒരിക്കലും നേക്കഡ് ഐസ് കൊണ്ട് നോക്കരുത്, മിനിമം ഒരു എക്സ്റേന്റെ സാധനമെങ്കിലും എടുത്ത് വെക്കണം. ഞാൻ കേട്ട് ഉമ്മ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ഉമ്മനോട് കേട്ട എക്സ്റേന്റെ സാധനമൊക്കെ കൊണ്ടുവരേണ്ടി എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ എന്താ നോക്കിയിട്ടൊന്നും ചെയ്തു. അപ്പൊ ഇപ്രാവശ്യം ഒരു പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് എക്സ്ട്രാ ഗ്ലാസസ് ഉണ്ട്, സേഫ് ഗ്ലാസസ് ഉണ്ട്, നിങ്ങൾ പോരെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. ഇതൊരു ബീച്ചിലാണ് എല്ലാവരും പോകുന്നത്. അപ്പൊ ബീച്ചിലേക്ക് എത്തുമ്പോഴത്തേനൊക്കെ നല്ല റഷ് ഇങ്ങനെ കൂടി വരിക. അപ്പൊ ഞങ്ങൾ നയാഗ്ര ഫോൾസിന്റെ അടുത്തുള്ള നയാഗ്രയില് ഗവൺമെന്റ് സ്റ്റേറ്റ് ഓഫ് എമർജൻസി ഡിക്ലെയർ ചെയ്ത് പോലീസുകാരും വേറെ ആൾക്കാർ 1 million ആൾക്കാർ എക്സ്പെക്ടഡ് ആണ്. കാനഡന്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 37 million ആണ്. അതില് 1 million ആൾക്കാർ ഈ നയാഗ്രയിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഫുൾ സ്റ്റേറ്റ് ഓഫ് എമർജൻസി മുന്നേ ഡിക്ലെയർ ചെയ്ത് അതിനുള്ള ഫുള്ള് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ. ഏറ്റവും കോമഡി എന്താ വെച്ചാൽ നയാഗ്ര ആ റീജിയനിലുള്ള ഹോട്ടൽസിന്റെ ഒക്കെ വില ഭയങ്കരമായിട്ട് കൂടി. കാരണം യൂറോപ്പിൽ നിന്നൊക്കെ ആൾക്കാർ ഫ്ലൈറ്റും പിടിച്ച് വരുന്നുണ്ട് ഈ എക്ലിപ്സ് കാണാൻ. ഫ്ലൈറ്റ് ഒക്കെ പിടിച്ച് വരും. അതുപോലെ എന്താ എന്റെ ഫ്രണ്ട് പറഞ്ഞു അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കനേഡിയൻ മക്കൾക്ക് എക്ലിപ്സ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആ ദിവസം ലീവ് ആക്കിയെന്ന്. അതെ, ഞങ്ങള് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഈ പോകണതില് ബീച്ചിക്ക് എത്തും തോറും ഭയങ്കര തിരക്കാ. അപ്പൊ ഞങ്ങൾ ഇങ്ങ് പോകുമ്പോൾ ഒരു അവിടെ ബീച്ചിലോട്ടേക്ക് എത്തണതിന്റെ ഒരു 5 kilometers മുന്നേ ഒരു വലിയൊരു ഫീൽഡ് ഉണ്ട്, നല്ല പച്ചപ്പൊക്കെ ഉള്ള ഫീൽഡ്. ഇങ്ങനെ വിരിച്ച് നമുക്ക് ഒരു പായൊക്കെ വിരിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ്. അപ്പൊ സൂര്യന് പറഞ്ഞാൽ ബീച്ചിൽ മാത്രല്ലല്ലോ ഫോക്കസ് ചെയ്യാ, എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങള് കണ്ണടച്ചിങ്ങ നോക്കുമ്പോ ഇതിങ്ങനെ മെല്ലെ ഇങ്ങനെ വരുന്ന കാണും. അപ്പൊ നമ്മള് എന്നാ പിന്നെ ഇവിടെ അതാണ് ഈ നയാഗ്രയിൽ ഇത്ര ആൾക്കാർ വരും എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത്. അതായത് സൂര്യൻ എന്ന് പറഞ്ഞാൽ ആകാശത്തെ എല്ലാ സിറ്റിന്നും കാണാൻ പറ്റുന്ന സംഭവമല്ലേ, ഇതെന്താ നയാഗ്രയ്ക്ക് ഇത്ര പ്രത്യേകത? അപ്പൊ ആരും എന്നോട് പറഞ്ഞു നയാഗ്ര എന്നാണ് കാണാൻ ബെസ്റ്റ് എനിക്കറിയില്ല. എന്നിട്ട് ഞങ്ങളവിടെ നിർത്തിയപ്പോ അവിടെ വേറൊരു ഫാമിലി, ഒരു കനേഡിയൻ ഫാമിലി ഉണ്ട്. അപ്പൊ ഓരോട് ഞങ്ങള് സംസാരിച്ചപ്പോ ഓരോ അറിയാം ഒരു ആൽബർട്ട് ഡ്രൈവ് ചെയ്ത് വന്നിക്ക. ആൽബർട്ട് അറിയണ ഞങ്ങളെ 400 kilometer ദൂരം. അതെ, ജയാന്റെ കസിൻ ഇപ്പം ആൽബർട്ട കാൽഗറി ആ റീജിയനിലാണ്. അൻസൽ ഇപ്പൊ ആൽബർട്ടയിലാണുള്ള എന്റെ കസിൻ. ഈ 2400 kilometer ഒരു ഡ്രൈവ് ചെയ്ത് വന്നിക്ക ഈ ഒരു എക്ലിപ്സ് ഇവിടുന്ന് കാണാൻ വേണ്ടിട്ട്. ഹാർഡ്ലി 10-15 minutes ആണ്. ഇങ്ങോട്ട് പിന്നെ ഞങ്ങളെല്ലാരും ഫുള്ള് ഇങ്ങനെ പായൊക്കെ ഇട്ട് കണ്ണടൊക്കെ വെച്ച് ഇതെന്തോ 5 സെക്കൻഡ് നേക്കഡൈസ് ആയിട്ട് നോക്കിയാൽ വരെ നമ്മളെ കണ്ണിനെ ബാധിക്കാന്നൊക്കെയാണ് ഇവര് പറയുന്നത്. എന്നിട്ട് ഞങ്ങൾ ഈ കണ്ണട വെച്ച് ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഇതിങ്ങനെ ക്ലോസിൻ ചെയ്ത് അവസാനം ഒരു 3:10 നട്ട് വെച്ചിട്ട് അതുവരെ ഭയങ്കര വെയിലാ. കറക്റ്റ് എക്ലിപ്സോട് വന്നപ്പോ ഇത് ഫുൾ അങ്ങോട്ട് കവർ ചെയ്ത് ഒരു സർക്കിള് മാത്രമായി വൺ ഡാർക്കായി. അപ്പൊ ഞാനിങ്ങനെ ഫുള്ള് എന്തായാലും ലോകത്തിന്റെ ഒരു ഇത് ഹൗ ഫാസിനേറ്റിംഗ്, എന്തപ്പോ ഇവിടെ ഈ നടക്കണെന്നൊക്കെ ഉള്ള രീതി എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടാണ്, ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട്. ഈ സമയത്ത് വർക്കിലേക്ക് ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്തോണ്ട് വർക്കിന് തിരിച്ച് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. അതാണ് ഞാൻ സെമീർ ഒരുമിച്ചില്ലാത്തത്. അപ്പൊ ഞാൻ ഈ എക്ലിപ്സ് ഒരു രീതിയിലും കെയർ ചെയ്യുന്നില്ല. എനിക്കൊരു
ഒരു ഇൻട്രസ്റ്റും ഇല്ല, എനിക്ക് എന്തോ ഒരു രീതിയിൽ ഫാസിനേറ്റ് ചെയ്യുന്നില്ല, ഞാനിത് കാണാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാം, കാനഡയിലെ കൺട്രി സൈഡിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ ടൈം ആകാറാകുമ്പോൾ ഞാൻ ഇങ്ങനെ ഇത്രത്തോളം കനേഡിയൻസ് ഒക്കെ ഒന്ന് പുറത്തേക്ക് വരുന്നത് ഇപ്പോഴാണ് കാണുന്നത്. മറ്റേ കാനഡയിൽ നമ്മളൊക്കെ നിൽക്കുന്ന സിറ്റിയിൽ പുറത്തൊക്കെ ഫുള്ള് ഇന്ത്യക്കാരും വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. കനേഡിയൻസ് ഒക്കെ അവിടെ ലോൺ ചെയർ ഒക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്നു, മക്കളൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു, വീടിന്റെ പുറത്തൊക്കെ ആൾക്കാർ റെഡി ആവുന്നു, കുറെ ആൾക്കാർ കണ്ണാടൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ കാണും. ഞാൻ അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാം. അങ്ങനെ കൺട്രി സൈഡിലൂടെ ഇങ്ങനെ പോയി ലാസ്റ്റ് ഇത് നീ പറഞ്ഞ പോലെ ഇങ്ങനെ സ്ലോലി ഇങ്ങനെ ഇരുട്ടാകാൻ തുടങ്ങി. എനിക്ക് ഒരു നിമിഷമായപ്പോൾ എൻ്റെ കണ്ണടിച്ചു പോയോ എന്നുള്ളൊരു ഫീലിംഗ് പോലെ. കാരണം സൂര്യൻ അസ്തമിക്കുമ്പോൾ എന്താ പറയാ, മുകളിലെ റേസ് ഇങ്ങനെ താഴേക്ക് പോയിട്ട് അങ്ങനെയാണ് വെളിച്ചമില്ലാതാവുക. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് ലൈറ്റ് ഇങ്ങനെ ഓഫ് ആക്കണ പോലെ ഇതാന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്നിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് വിൻഡോന്ന് എന്തായെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ കറക്റ്റ് ടൈമില് ഫുൾ ടോട്ടൽ എക്ലിപ്സ്. എനിക്ക് കറക്റ്റ്, ഞാൻ ഒരു പ്ലാനും ചെയ്തിട്ടില്ല ഞാനിത് കാണാൻ. ക്ലിയർ സ്കൈയില് ഞാനിത് അങ്ങ് കണ്ടു. എന്നിട്ട് ഞാൻ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ സ്റ്റോറി ഒക്കെ ഇടണേ, കുറേ ആൾക്കാർ സ്റ്റോറി ഒക്കെ ഇട്ട് ഈ കാണാൻ പോയവരൊക്കെ സ്റ്റോറി ഇട്ടൊക്കെ ഫുള്ള് മേഘമൊക്കെ ഉള്ള സ്ഥലത്തൊന്നും അങ്ങനെയൊക്കെ ക്ലൗഡിയൊക്കെ ആയിട്ടാണ് ഇവർ ടോട്ടൽ എക്ലിപ്സ് ആണ്. ഞാൻ ഒരു പ്ലാനും ഇല്ലാതെ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. പിന്നെ ഞാൻ ആൾക്കാരോടൊക്കെ ചോദിച്ചു, എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇത് കണ്ണട വെച്ച് കാണാൻ പാടുള്ളൂ, ജസ്റ്റ് ഒന്ന് നോക്കാൻ പോലും പാടില്ല. അപ്പോൾ അവർ പറഞ്ഞേ അത് കണ്ണിലേക്ക് രശ്മികൾ അടിക്കുന്നത് ഭയങ്കര കേടാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതിപ്പോ സൂര്യനെ നമ്മളല്ലാതെ നോക്കിയാലും ഇങ്ങനെ കേടാണല്ലോ, പക്ഷെ ജസ്റ്റ് ഒന്ന് അങ്ങനെ നോക്കുന്നതിൽ പ്രശ്നം. ഞാൻ കേട്ടത് ഈ എക്ലിപ്സിന്റെ ടൈമിൽ സൂര്യൻ ഈസ് ദ ബ്രൈറ്റസ്റ്റ് എന്നാണ്. പക്ഷെ നേരെ തിരിച്ചല്ലേ, സൂര്യൻ നല്ല ബ്രൈറ്റ് ആയി നിൽക്കുക, എക്ലിപ്സിന്റെ ടൈമിൽ സൂര്യൻ കവർ ആവുമല്ലേ ചെയ്യുന്നത്. അതാ എക്ലിപ്സിന്റെ ടൈമിൽ കവറാണ്, പക്ഷെ എക്ലിപ്സ് നടക്കുന്ന ആ ഒരു ദിവസം സൂര്യൻ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആവും അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് ഇവരെല്ലാരും, ഞാൻ എന്റെ കണ്ണുകൊണ്ടൊക്കെ നോക്കി എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല, അൽഹംദുലില്ലാ. അത് 1 month കഴിഞ്ഞാലൊക്കെ അതിന്റെ എഫക്ട് ഞാൻ അന്ധനാണ്. അങ്ങനെ എക്ലിപ്സ് ഒക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ പോവാണല്ലോ, ഞാൻ വേറെ സിറ്റിയിലേക്ക് പോവാണല്ലോ. അപ്പം എൻ്റെ ഇവിടുത്തെ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാൻ ഞാൻ ഇങ്ങനെ ഫുൾ ഓട്ടത്തിലായിരുന്നു. അതായത് എനിക്ക് 2-3 പാർക്കിംഗ് ടിക്കറ്റ്സ് ഒക്കെ ഈ നാടിനോട് വിട പറയുന്നതിന് മുന്നേ കൊടുത്ത് തീർക്കാനുണ്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് ഒരു പാർക്കിംഗ് ടിക്കറ്റ് ഓവർ ഡ്യൂ ആയി എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നു. അപ്പോൾ ഞാനത് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ കിച്ചണർ ഓഫീസിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഈ ലൈസൻസ് പ്ലേറ്റിൻ്റെ അടിയിൽ ഒരു പാർക്കിംഗ് ടിക്കറ്റ് ഉണ്ട്, അത് പേ ചെയ്യാൻ വന്നതാണ്. മൂപ്പര് നോക്കിയിട്ട് പറഞ്ഞു 2 പാർക്കിംഗ് ടിക്കറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഏത് ഈ രണ്ടാമത്തെ അപ്പൊ നീ അന്ന് പറഞ്ഞില്ലായിരുന്നു നമ്മൾ പള്ളിയിൽ ജുമാ നിസ്കരിക്കാൻ പോയപ്പോ അവിടെ പാർക്ക് ചെയ്യണ്ട, ആർബീസിന്റെ അടുത്ത് അവിടെ ടിക്കറ്റ് അടിക്കുന്നുണ്ടെന്ന്. ഞാൻ സ്ഥിരമായിട്ട് ആ ആർബീസ് എന്ന് പറഞ്ഞാൽ മെക്ഡൊണാൾഡ്സ് പോലത്തെ ഒരു ഫാസ്റ്റ് ഫുഡ് ചെയിനാ, അവിടെയാണ് പാർക്ക് ചെയ്യാറ്. പക്ഷെ അന്ന് സമീർ പറഞ്ഞ പോലെ തന്നെ ഞാൻ സമീർ കേൾക്കാതെ ഞാൻ പാർക്ക് ചെയ്തു, ഫൈൻ അടിച്ചു. അപ്പൊ അങ്ങനെ അതുണ്ടായിരുന്നു. അങ്ങനെ 2 പാർക്കിംഗ് ടിക്കറ്റ് കിച്ചണറിൽ കൊടുക്കാണ്ടായിരുന്നു, പിന്നെ ഒരു പാർക്കിംഗ് ടിക്കറ്റ് വാട്ടർലൂല്. ഈ വാട്ടർലൂല് പാർക്കിംഗ് ടിക്കറ്റ് എങ്ങനെയാ വെച്ചാൽ ഞാനൊരു വീട്ടിൽ പോയതായിരുന്നു, സെമീർ ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ അന്ന് അവിടെ പാർക്കിംഗ് ഇല്ല. അപ്പൊ സെമീർ പറഞ്ഞു അവിടെ ഈ വീടിന്റെ മുന്നിൽ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ മതി, ആൾക്കാർ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നതാന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്നാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ വീട്ടിൽ കയറി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ച് ആൾക്കാരോട് സംസാരിച്ച് ഞാൻ ഇങ്ങനെ ഇറങ്ങി പോയപ്പോ ടിക്കറ്റ് അടിച്ച് അതും പാർക്കിംഗ് ഓൺ ഫയർ റൂട്ട് എന്ന് പറഞ്ഞിട്ട് $80 $80 കനേഡിയൻ ആണ് ഫൈൻ അടിച്ചത്. ഞാൻ അങ്ങനെ അതും ആ ഒരു ദിവസം ഫുൾ ആ വീട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് ഈ പാർക്കിംഗ് ടിക്കറ്റ് അടിച്ച കുറച്ചെങ്കിലും ആശ്വാസം. ഞാൻ ആകെ കുറച്ചു നേരം അതെ, എന്നിട്ടാണ് ഈ ഫൈൻ അടച്ചത്. എന്നിട്ട് ഞാനിവിടെ പോയി ഞാൻ ഇവരോട് പറഞ്ഞു, ഞാനാണെങ്കിൽ ഇത് ഡിസ്പ്യൂട്ട് ചെയ്ത് ഞാനിങ്ങനെ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ടാക്കി പോവാൻ നിൽക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അവര് അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു ഈ പാർക്കിംഗ് ടിക്കറ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ അവർ $80 $60 ആക്കി. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഈ $60 എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, എനിക്ക് ജോലിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ അവരോട്. അപ്പൊ ഇവര് പറഞ്ഞ എന്താ സോറി ഇതിലും കൂടുതൽ പാർക്കിംഗ് ടിക്കറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഓക്കെ ഇത് അടക്കാന്ന് വിചാരിച്ച് ഓൺലൈനിൽ നോക്കുമ്പോൾ ഇത് അടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്താക്കി ഇവരുടെ ഷോപ്പിൽ പോയി. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഒരു പാർക്കിംഗ് ടിക്കറ്റ് അടക്കാൻ വന്നതാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരിങ്ങനെ അടിച്ചു നോക്കിയിട്ട് ഓക്കെ പേ ചെയ്തോന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ടാപ്പ്. അപ്പോൾ അവിടെ ക്രെഡിറ്റ് കാർഡ് മെഷീൻ നോ ടാപ്പ് എന്ന് എഴുതിയാണ്. അപ്പൊ ഞാൻ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒന്നും കൊണ്ടു നടക്കാറില്ല, ഞാൻ ജസ്റ്റ് ആപ്പിൾ പേ ആണ് എല്ലാത്തിനും യൂസ് ചെയ്യാറ്, ക്യാഷും കൊണ്ടു നടക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ടാപ്പ് ഇല്ല. അപ്പൊ ഇല്ലാന്നാണ്. അപ്പൊ പറഞ്ഞു യു ഹാവ് ടു ഇൻസേർട്ട് ദ കാർഡ്. അപ്പൊ ഞാൻ പറഞ്ഞു കാർഡ് എൻ്റെ കയ്യിൽ ഇല്ലാന്ന്. അപ്പൊ ഓക്കെ എന്നാൽ ക്യാഷ് എന്നാൽ മതി. ക്യാഷ് എൻ്റെ കയ്യിൽ ഇല്ലാന്ന്. അപ്പൊ ഇയാൾ പറഞ്ഞു
എന്നാ ഇവിടെ അടുത്ത് ബാങ്ക് ഉണ്ട്, ബാങ്ക് പോയിട്ട് ക്യാഷ് എടുത്തു പോവാന്ന്. അപ്പൊ ഞാൻ ഓക്കെ ബാങ്ക് പോയിട്ട് ഞാൻ പറഞ്ഞേ ഞാൻ ക്യാഷ് വിഡ്രോ ചെയ്യാൻ വന്നതാന്ന് പറഞ്ഞത്. അപ്പൊ അവർ എന്നോട് പറഞ്ഞേ കാർഡ് ഇൻസേർട്ട് ചെയ്തോ. ഞാൻ കാർഡില്ല, ഞാൻ എന്റെ ഐഡന്റിഫിക്കേഷനും ലൈസൻസും ഒക്കെ തരാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഇതാക്കി അങ്ങനെ പൈസ കിട്ടി. അങ്ങനെ $68 ടാക്സ് അടക്കം $75 ക്യാഷ് ഞാൻ എടുത്ത് തിരിച്ചു ചെന്ന് ഞാൻ കൊടുത്ത്. അങ്ങനെ ഇയാൾ നോക്കിയപ്പോൾ ഇയാൾ ഇങ്ങനെ അടിച്ചിട്ട് പറയാം എന്തോ നിന്റെ ടിക്കറ്റ് അങ്ങ് കാണുന്നില്ല, പക്ഷെ ടിക്കറ്റ് കാണുന്നുണ്ട്, പക്ഷെ നിന്റെ ലൈസൻസ് പ്ലേറ്റ് അടിക്കുമ്പോൾ ഈ ടിക്കറ്റ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞേ. അങ്ങനെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ അറിയില്ല. അപ്പൊ ഇയാൾ ഓക്കെ ഏതായാലും ഞാൻ ചെയ്യുന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞ CX, ഞാൻ നമ്പർ മാറ്റി പറയാം, എൻ്റെ ലൈസൻസ് പ്ലേറ്റ് CXAK 888. അപ്പൊ ഞാൻ പറഞ്ഞു നോ CXVK 888 എന്ന് പറഞ്ഞേ. അപ്പൊ അയാൾ പറഞ്ഞേ എന്റെ ടിക്കറ്റ് എഴുതിയ ആള് എന്റെ ലൈസൻസ് പ്ലേറ്റ് VK എന്നുള്ളടത്ത് AK കൊടുത്തു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞേ, ഞാൻ ഇയാളോട് ചിരിച്ചിട്ട് തന്നെ so does that mean I get to go? I don't mind not paying എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇയാളെന്നിട്ട് ഇയാളെ സുപ്പീരിയറിനെ വിളിച്ചു. സുപ്പീരിയർ വന്ന് നോക്കിയിട്ട് പറഞ്ഞേ ഈ ടിക്കറ്റ് ഞാനാണ് നിനക്ക് റിപ്ലൈ അയച്ചത്, ഇതിലും കൂടുതൽ കുറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഈ ലേഡിക്ക് അതോറിറ്റി ഉണ്ട് എന്റെ ഈ ടിക്കറ്റ് കളയാൻ വേണ്ടിട്ട്. ഈ ലേഡി അവളുടെ ലഞ്ച് ബ്രേക്കിലായിരുന്നു. അപ്പൊ ഒരു സാലഡ് ഒക്കെ കഴിച്ചോണ്ട് ഞാൻ അങ്ങനെ ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് what kind of salad is that? അപ്പൊ ഞാന് അപ്പൊ ആ ലേഡി ഗ്രീക്ക് സാലഡ്. അപ്പൊ ഞാൻ that's good, ഞാൻ കഴിച്ചിട്ടുണ്ട്, അടിപൊളിയാ, കഴിച്ചോ ഹെൽത്തിയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ സ്മോൾ ടോക്ക് ഇതൊക്കെ പിന്നെ മറ്റേ പുസ്സിൻ ബൂട്ട്സ് ഒക്കെ പോലെ ഞാൻ ഇങ്ങനെ നിഷ്കു ഫേസ് ഒക്കെ ആയിട്ട് ഇതിൽ നിൽക്കുക. എന്നിട്ട് ഇവരിങ്ങനെ നോക്കിയിട്ട് രണ്ടാൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറഞ്ഞു ഓക്കെ ഇത് നിന്റെ മിസ്റ്റേക്ക് അല്ലാത്തതുകൊണ്ട് ഓഫീസറിന്റെ മിസ്റ്റേക്ക് ആയതുകൊണ്ട് ഇത് വോയിഡ് ചെയ്യാതെ. അങ്ങനെ $68 അങ്ങനെ അപ്പൊ ആള് ടുഡേ ഷി ലക്കി ഡേ എന്നാണ്. അപ്പൊ ഞാൻ ഗുഡ് കാർമ ഐ ഗെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നൈസായിട്ട്. പക്ഷെ ഈ കൗണ്ടറിൽ ഉണ്ടായിരുന്ന ആള് നല്ല ഒരു 50s ഉള്ള ഒരാളായിരിക്കും. അയാളുടെ ഒരു എനർജി എന്തൊരു പോസിറ്റീവ് മനുഷ്യനാണ്. അയാളെ വിട്ടുപോകാൻ എനിക്ക് തോന്നിയില്ല, അങ്ങനൊക്കെ ഒരു മനുഷ്യൻ. ശരിയാ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ജിം മെമ്പർഷിപ്പ്, എൻ്റെ വൈഫൈ മെമ്പർഷിപ്പ്, അങ്ങനെ പല കാര്യങ്ങൾ, പല ഉത്തരവാദിത്തം ഉണ്ട് ഈ നാട് വിട്ട് പോകുന്നതിന് മുന്നേ. അപ്പോൾ വൈഫൈൻ്റെ കാര്യം ഞാൻ സോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം ഞാൻ മനസ്സിലാക്കി എൻ്റെ വൈഫൈൻ്റെ ബില്ല് ഞാനാണ് അടക്കുന്ന വീടിൻ്റെ. അപ്പോൾ 4 മാസമായിട്ട് എൻ്റെ വൈഫൈ ഞാൻ ഓട്ടോ പേയ്മെൻറ്റിലാണ് ക്രെഡിറ്റ് കാർഡിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താക്കി നോക്കിയപ്പോൾ 4 മാസമായിട്ട് എൻ്റെ ക്രെഡിറ്റ് കാർഡിന് ചാർജ് ആകുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്രെഡിറ്റ് കാർഡ് എക്സ്പയർ ആയിട്ട് എനിക്ക് പുതിയ ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തില്ല. അപ്പൊ ഇതിന് എനിക്ക് ഫൈനും ഇതൊക്കെ വന്നിട്ട് കുറെ പൈസ $404 ഇൻസ്റ്റെഡ് ഓഫ് പിന്നെ അതിൽ $20 ഫൈനാ. അങ്ങനെ 4 മാസത്തെ ബില്ലൊന്നും അടച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്താക്കി ഈ റോജേഴ്സ് എന്നാണ് ഇവിടുത്തെ പോപ്പുലർ വൈഫൈന്റെ പേര്. ഞാൻ റോജേഴ്സ് എന്ന് പേരെടുത്ത് പറയാൻ കാരണം എന്താന്ന് വെച്ചാല് അവരെ സ്പോൺസർഷിപ്പ് ഒന്നും നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഹു കെയർസ്. അതായത് ഞാൻ റോജേഴ്സിനെ വിളിച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു അടവിറക്കി. ഞാൻ പറഞ്ഞേ എൻ്റെ ക്രെഡിറ്റ് ഞാൻ 1 year and 7 months ആയിട്ടുള്ള കസ്റ്റമറാണ്. ശരിയാണ്, റോജേഴ്സിൻ്റെ വൈഫൈ എൻ്റെ ഓട്ടോ പേയ്മെൻറ്റിലാണ് സെറ്റപ്പ് ചെയ്തത്. ഞാൻ ഇതുവരെ ആയിട്ടൊരു പേയ്മെൻറ്റ് മിസ്സാക്കിയിട്ടില്ല. റീസെൻ്റ്ലി എൻ്റെ ക്രെഡിറ്റ് കാർഡ് എക്സ്പയർ ആയിരുന്നു, പക്ഷെ ഞാൻ ഇത് നിങ്ങളുടെ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്തിരുന്നു. നിങ്ങളുടെ അസോസിയേറ്റ് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ട് ഓട്ടോ പേയ്മെൻറ്റ് എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു, ബട്ട് ഇത് അപ്ഡേറ്റ് ആയിട്ടില്ല. ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പം ഈ ലേഡി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞേ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ $20 ഫൈനിൽ $5 ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും, ബാക്കി നിങ്ങൾ പേ ചെയ്യണം എന്ന് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ഈ $5 ഒരു കണക്ക്? അപ്പൊ പറഞ്ഞേ അത് കമ്പനി പോളിസി അങ്ങനെയാണെന്നൊക്കെ അറിയാം. അപ്പൊ ഇവരെന്റെ സ്റ്റോറി വിശ്വസിച്ചു. പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്ക് സംഭവം നുണ പറയുന്നതിൽ വിഷമമുണ്ടെങ്കിലും റോജേഴ്സിന്റെ എന്റെ അടുത്ത് നിന്ന് ഇപ്പൊ പൈസ കിട്ടിയിട്ടൊന്നും ആക്കാൻ $multi-billion കമ്പനി, ടൊറോണ്ടോയിലെ ഏറ്റവും വലിയ ബിൽഡിങ്സിലൊന്ന് റോജേഴ്സിന്റെ. അപ്പൊ എനിക്ക് അവരെ പറ്റിക്കുന്നതിൽ എനിക്ക് ഒരു വിഷമമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെന്ത് ഈ $5 കണക്ക്, ഇത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ലേ, നിങ്ങളുടെ എംപ്ലോയി അപ്ഡേറ്റ് ചെയ്യാത്തതിന് എന്നെ എന്തിനാ പ്രതിയാക്കുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുറെ പറഞ്ഞു. അങ്ങനെ ഇവര് സമ്മതിക്കുന്നില്ല, $5 ഒഴിവാക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ബട്ട് വൈ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫുള്ള് സംസാരിക്കാം. അങ്ങനെ 1 മണിക്കൂർ ഞാൻ ഫോണില് ഈ ലേഡിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് എന്റെ സൈഡ്. ലേഡി ഇതൊക്കെ അംഗീകരിച്ച് ബട്ട് കമ്പനി പോളിസി $5 ഇതാക്കാൻ പറ്റുമോ? അപ്പൊ ഞാനിങ്ങനെ
ഞാൻ ഭയങ്കര നല്ല രീതിയിൽ ഇത്ര നേരം സംസാരിച്ചു. ഇനി ഞാൻ ചിലപ്പോൾ ചൂടായാലും ചില സമയത്ത് ആൾക്കാരെ സീരിയസ് ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി തരുള്ളൂ. അപ്പൊ ഞാൻ നിർഭാഗ്യവശാൽ ഞാൻ ഇനി ചൂടായേ പറ്റൂ. അപ്പൊ ഞാൻ കൊണ്ട് ചെയ്യിപ്പിച്ചു. ലിറ്ററലി എന്റെ മൈൻഡിൽ അതാ. അത് എനിക്ക് ദേഷ്യമൊന്നും വരുന്നില്ല, പക്ഷെ ഞാനിങ്ങനെ അഭിനയിച്ചേ പറ്റൂ, ദേഷ്യമുള്ള പോലെ അഭിനയിച്ചേ പറ്റൂ. എന്നിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനൊന്ന് ചൂടായി. ഞാൻ എന്നിട്ട് ദിസ് ഇസ് ഇൻജസ്റ്റിസ്, വാട്ട് യു ഗൈസ് ഡൂയിങ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അതുപോലത്തെ ഒരു ലേഡിയാ ഫോണില്. ഈ ലേഡിനോടാണല്ലോ ഞാൻ ചൂടാകുന്നത്. അപ്പൊ എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ഒരു കുറ്റബോധമുണ്ട്, ഈ ലേഡിയാണല്ലോ എന്ന് കേൾക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ചൂടാവലിന്റെ ഇടയിൽ തന്നെ ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, ഐ ഡോണ്ട് ഹാവ് എനി ഇൽ ഫീലിംഗ്സ് ടുവേർഡ്സ് യു, ദിസ് ഇസ് നോട്ട് യുവർ ഫോൾട്ട്, ദിസ് ഇസ് റോജേഴ്സ് ഫോൾട്ട്. അപ്പം ഐ അണ്ടർസ്റ്റാൻഡ് സർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലേഡി പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ബട്ട് ദിസ് ഇസ് ഇൻജസ്റ്റിസ് ഫുള്ള് പറയും. എന്നിട്ട് ഞാൻ 1.25 മണിക്കൂർ ഈ ലേഡീന്റെ അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടോ, ഓ സയാനെ നീ ഇത്ര ജോബ്ലെസ് ആണോ, 1.25 മണിക്കൂറൊക്കെ ഫോണിൽ സംസാരിക്കാൻ? അല്ല, ഞാൻ ചിക്കൻ കുക്ക് ചെയ്തോണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, നമുക്ക് കുറെ സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ 1.25 മണിക്കൂർ സംസാരിച്ചിട്ടും പോഡ്കാസ്റ്റ്, അതെ, ഈ പോഡ്കാസ്റ്റ് ഡ്യൂറേഷൻ സംസാരിച്ചിട്ടും ഒരു പ്രോഗ്രസ്സും ഇല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞേ നമ്മളിങ്ങനെ സെയിം കാര്യങ്ങൾ ഇങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സോ ദർ ഇസ് നോ പോയിന്റ് ഇൻ ടോക്കിംഗ്, ഈ കോൺവെർസേഷൻ ഇവിടെ എൻ്റെ നിങ്ങൾക്ക് ഹാങ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞേ. അപ്പൊ അവര് വി ഡോണ്ട് ഹാങ് അപ്പ് ഓൺ അവർ കസ്റ്റമേഴ്സ്. അപ്പൊ ഞാൻ വൈ നോട്ട്, അതെന്താ നിങ്ങൾക്ക്? അപ്പൊ അവര് പറയാം വി ഡോണ്ട് ഡു ദാറ്റ് ടു അവർ കസ്റ്റമേഴ്സ്. അപ്പൊ നമ്മൾ ഇതൊന്നും ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നില്ല, നിങ്ങൾ ഹാങ് അപ്പ് ചെയ്തോ? അപ്പൊ അവര് പറഞ്ഞു ഇല്ല വി കാൺ ഡു ദാറ്റ് എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ ഞാൻ നിങ്ങളെ മ്യൂട്ട് ആക്കാണ്, യു കെൻ പെയ്ഡ് ഫോർ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ചൂടിലല്ലേ ഞാൻ അവിടെ വെച്ച്. അപ്പൊ ഈ ലേഡി തന്നെ കുറെ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട് കോൾസിന് വേണ്ടിയിട്ട്, സോ പ്ലീസ് ഹാങ് അപ്പ് എന്നൊക്കെ പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇഫ് യു കെയർഡ് അബൌട്ട് യുവർ കസ്റ്റമേഴ്സ് ഹെൽപ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് എത്ര ആയിട്ടും ഈ ലേഡി അങ്ങനെ ലാസ്റ്റ് ലേഡി സോറി വി ഗോണ ഹാവ് ടു ഹാങ് അപ്പ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ഐ ഡോണ്ട് ഹാവ് എനി ഇൽ ഫീലിങ്സ് ടുവേർഡ്സ് യു, യു ആർ ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് റോജേഴ്സ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത്. എന്നിട്ട് ഞാൻ അങ്ങനെ എന്താ ചെയ്യുക, ഈ ഫൈനും കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുക. അങ്ങനെ ഞാൻ ഇന്റർനെറ്റിൽ അടിച്ചു നോക്കിയപ്പം എൻ്റെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തു റോജേഴ്സിന്റെ. അപ്പൊ ഇനി എനിക്ക് വൈഫൈ കിട്ടൂല, പിന്നെ ഫ്യൂച്ചറിൽ ഞാൻ ഇനി റോജേഴ്സിന്റെ സിമ്മിലേക്കൊക്കെ മാറുകയാണെങ്കിൽ അതും പ്രശ്നമായിരിക്കും. അപ്പൊ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഇവരെ വീണ്ടും വിളിച്ചു. അല്ലേ, കാരണം നെറ്റ് പോവുമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ വിളിച്ചിട്ട് ഞാൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞേ വേറൊരു ലേഡി എടുത്തത്. അപ്പൊ ലേഡി പറഞ്ഞു യുവർ അക്കൗണ്ട് ഹാസ് ബീൻ സസ്പെൻഡഡ്. അപ്പൊ ഞാൻ ആണോ, വൈ, എന്ത് പറ്റി? അപ്പൊ നിങ്ങളെ പേയ്മെന്റ് ഒക്കെ മിസ്സായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അതിനാണ് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു ഇത് ഞങ്ങൾ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ട്രാൻസ്ഫർ ചെയ്ത്. അങ്ങനെ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു, അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞേ. അപ്പൊ അവര് ദാറ്റ്സ് ഓക്കെ, ഞാൻ നിങ്ങളുടെ ഫുൾ പേയ്മെന്റ് എടുക്കും, എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഇതായത് ലേറ്റ് പേയ്മെന്റ് ഫീ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരാന്നാണ്. 5 മിനിറ്റില് കാര്യം. ഈ മറ്റേ ലേഡിനോട് 1.25 മണിക്കൂർ സംസാരിച്ചിട്ട് ആ ലേഡി എന്നിട്ട് സുപ്പീരിയറിനോടൊക്കെ പോയി സംസാരിച്ച് തിരിച്ചു വന്നിട്ട് ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാണ്. വെറും 5 മിനിറ്റില് ഈ ലേഡി ഫുൾ ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ ഞങ്ങളിപ്പോ ചെയ്തുതരാം, അങ്ങനെ അങ്ങ് ചെയ്തു തന്നെ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പൊ ഈ റീഫണ്ട് കിട്ടാൻ എത്ര ദിവസം എടുക്കും പ്രോസസ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞു. അല്ല അതിപ്പോ തന്നെ ചെയ്തുതരാം. ഞാൻ ഞെട്ടിപ്പോയി. ഈ എന്താ ഈ കസ്റ്റമർ സർവീസിനെ വിളിക്കുമ്പോ ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ അറിയാം, ചില കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾ പുതിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അതെ, വാട്ട് എ ഫാസിനേറ്റിംഗ് സ്റ്റോറി. സോ ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഫെയർവെൽ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും വീണ്ടും പേടിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട, ഇനി ഒരുപാട് എപ്പിസോഡുകൾ വരാനുണ്ട്. We are not leaving. അതെ, ഞങ്ങൾ ഒന്ന് പരസ്പരം ഒന്ന് മാറി നിൽക്കുന്നുള്ളൂ. എന്തിനു പറയുന്നു, ഈ പോഡ്കാസ്റ്റിന്റെ ബേസ് തന്നെ ലോങ് ഡിസ്റ്റൻസ് അതാണ്. അതെ. സോ ദിസ് ഹാസ് ബീൻ യുവർ ഫേവറേറ്റ് ഹോസ്റ്റ് സമീർ റോഷൻ and Zayan Zakir. Peace out guys. You and me belong together. പറഞ്ഞ വഴി വെച്ച് പോയോ? എത്തിക്കട്ടെ. Take your time. അതെ, തിരിച്ച് Gary bhai. Gary, what's up? हाय हाय, क्या स्टाइल मार के आ रहे? वीडियो बना रहे. हाँ
അപ്പൊ നമ്മൾ കൈ പൊക്ക. സുന്ദരി മണലിൽ സുന്ദര വിരലാലൻ കഥ എഴുതിയതാരാണ്? കിന്നര വീണ തന്ത്രികളൊന്നിൽ മന്ത്രമുണർത്തിയതാരാണ്? മാനസ ചന്ദ്രികയാണോ? പദ്യം ചൊല്ലല് പോലുണ്ട് സയാനെ. പദ്യം പോലെയാണല്ലോ. എന്താ അർത്ഥമുള്ള വാക്കുകൾ? പൊൻതരി മണലിൽ സുന്ദര വിരലാൽ എൻ കഥ എഴുതിയതാരാണ്? മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ താ.